കോലം കണ്ട പട്ട കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലേ. വാഴപ്പിണ്ടി തന്നെ ശരണം. നമ്മള് പിണ്ടി കൊടുക്കുമ്പോഴേ വാഴപ്പിണ്ടി ആയിട്ട് കൊടുക്കുമ്പോ ഓരോരുത്തർ വന്നിട്ട് അത് ഒരു ഒന്നും അറിയാണ്ട് വന്നിരുന്നിട്ട് ഇങ്ങോട്ട് വിളമ്പാണ് അല്ലേ. എല്ലാം പട്ട തിന്നണം. പട്ട ദേശീയ ഭക്ഷണമാക്കി വെച്ചേക്ക് അവര് അല്ലേ. പട്ട കൊടുക്കുമ്പോ ഇത് നോക്കി നോക്കും, ഒരു എരണ്ട പന്നെ നോക്കി നോക്കും. ഇങ്ങനെ വരണ്ട ആനക്ക് എരണ്ടക്കെട്ട് വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ ഞാൻ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ നല്ലതാണെങ്കിൽ ആനകൾക്ക് പട്ട നല്ല കടിച്ച് കുട്ടി ആനകളൊക്കെ കൊടുക്കുക. ബാക്കിയുള്ള ആനകൾക്കൊക്കെ തീറ്റ മാറ്റുക, പുല്ലോ വാഴപ്പിണ്ടിയോ സാധനങ്ങളൊക്കെ ആക്കുക. ഈ എരണ്ടത്തിന്റെ ഒരു കോലം നോക്കും, ഒരു എരണ്ടം തന്നെ വലിപ്പമാണ് ഈ കാണുന്നത്. പട്ട മാറ്റി നമ്മള് വാഴപ്പിണ്ടി തന്നെ ആക്കണം, അല്ലാതെ ഒരു കളി നടക്കൂല. ഈ കൊറേ ഈ പാലികാപ്യന്മാരുണ്ട് ഇവിടെ, മുനിമാര്. ഇവര് ആനേനെ ഇവര് ആനപ്പണിയും പിന്നെ ഈ ആനയുടെ സർവ്വ ചരിത്രവും ഇവരിതൊക്കെ ഈ യൂട്യൂബിലൂടെയും പിന്നെ ഫേസ്ബുക്കിലൂടെ ഇവര് അരച്ച് കലച്ച് അങ്ങോട്ട് കൂട്ടിച്ചേക്കാണ്. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരും അല്ലേ. അല്ല നമ്മൾ പറയണതാണ്. ഇതിങ്ങനെ വരെ ആനയ്ക്ക് തരണ്ട കേട്ടോ. എപ്പോ ഒന്നും വെച്ചാൽ മതി. ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് ഈ പട്ടപരിപാടി നമുക്ക് സ്റ്റോപ്പാക്കാം. നമ്മള് വാഴപ്പിണ്ടിയിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തില്ല. നമുക്കുള്ള 2 തോട്ടം അവിടെ റെഡി ആവുന്നുണ്ട്. ഒരു ചട്ടക്കാരെ ഒരു തറയിലേക്ക് കയറി വരുമ്പോ ഒരു ബഹുമാനൊക്കെ വേണ്ടേ? അത് ഈ തറ അത് എരണ്ടോട് മാറ്റിയാൽ ഓപ്പറേറ്റർ ചെക്കനെന്താ ജോലി? ചെക്കന് ഗൾഫിൽ അർബാന ഓപ്പറേറ്റർ. ശരിയാവും കേട്ടോ. അങ്ങോട്ട് കയറിക്കേ, അങ്ങോട്ട് കയറിക്കോ ഒന്നുകൂടി. അവരെടുക്കാനൊക്കെ അവരെടുക്കാൻ പോകുന്നവരുണ്ടായി വണ്ടിയിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞു. പിള്ളേരെ നമുക്ക് വേണ തോട്ടി എന്തിനാന്നറിയോ? അറിയോ എന്തിനാ കഴിക്കുന്ന? എന്തിനാന്നറിയോ? അറിയാലേ? നിലനിർത്താനല്ല തോട്ടി, ഭരിക്കാനാ. ഈ സൈഡിലേക്ക് നോക്കാം, അപ്പൊ കംപ്ലീറ്റ് തീർത്ത് കിട്ടും. നീ ഇവിടെ കയറുന്നേ, ഇവിടെ വാ, ഇവിടെ കയറിക്കോ, ഇങ്ങോട്ട് കയറിക്കേ, ഇതാണ് ബടവാടുണ്ട്, ഇങ്ങോട്ട് കയറിക്കടാ, ഇങ്ങോട്ട് ഒന്നുകൂടി കയറിക്കേ, സെറ്റിങ്ങോട് കുനിക്കാൻ, സെറ്റിങ്ങോട് കയറിക്കേ, ഇവിടെ വാടാ, ഇങ്ങോട്ട് എപ്പടാ പാടാ, ഇങ്ങോട്ട് പാടാ, നീയേ ഇങ്ങോട്ട് കയറി നിൽക്കടാ, ദേശം കൂടി ഇങ്ങോട്ട് കയറി നിറ, ഇവിടെ വേണ്ട സ്ഥലങ്ങളില്ല, ഇങ്ങോട്ട് കയറി നിറ, ഇങ്ങോട്ട് കയറി നിറ, അവിടെ 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 കൊച്ചുമോലാളിനെ കാണിച്ചേ, വേറെ കൊച്ചുമോലാളി ാണിയാ ശമ്പളം തന്നെ കാശന്ന് പരിചയിക്ക്. കൊച്ചുമോലാളി പറഞ്ഞ് എന്റെ മുത്താരാ. ആ
പുള്ളിക്ക് ഈ സൈഡിലെ ഈ സൈഡ് പുള്ളിക്ക് കാട്ടുകുറവുണ്ട്. കാട്ടുകുറവുണ്ടെന്നല്ല ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈ കൈകൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അനങ്ങുന്നുണ്ട്. പക്ഷെ വെള്ളം കയറിയണമെന്ന് സംശയമുണ്ട്. നോക്കാം, നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. നമുക്ക് ശ്രമിക്കാലോ. അവിടെ ഇവിടെ ഒക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്. എന്തേ ഞാടി പേടിച്ചു പോയി എടി. നാവില് വന്നില്ല ഇങ്ങനെ. ഓ ഇങ്ങനെ ആട്ടിയോ? അത് ബോറടിച്ചിട്ടാ. അവർക്ക് ദേഷ്യം വരുമ്പോഴാണ് അവരാടുകയെന്ന് ഒരാള് പറയാ. എന്ത് 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 ഒരു പറയാക്കോ? കേറിക്കേ ഇവിടെ കേറിക്കേ കേറിക്കേ ഇവിടെ കേറിക്കേ. എവിടെ കല്ലറ്റ് പോവാ? എന്താ സംഭവം ഒരു പിടിയില്ല. എല്ല് വളരണതാണോ? ആ ഈ സാധനം കല്ലറ്റ് എടുക്കും. അതുപോലെ തന്നെ ഇടുവോ ഒരു സാധനം കാണിച്ചു. ഓ ഹനുമാന്റെ വാല മാന്തി എടുത്തോ. ഹനുമാന്റെ വാല അവർക്ക് ഒരു വാലിന്റെ കുറവ് കൂടി ഉണ്ടായുള്ളൂ. ഇടുക ഇതൊക്കെ കിടപ്പിൽ പറ്റി പോണ മൊഴിയത്. കിടന്നിട്ടേ ഇവിടെ അങ്ങനെ കെടുക്കുമ്പോ ഈ കല്ലിനൊക്കെ പോയി കിടക്കും. അവിടെ അപ്പടെ പയ്യാനെ ചേട്ടാ ഈ വല്ലതൊക്കെ ഇങ്ങനത്തെ ഉള്ള ഒക്കെ തോട്ടി മടി വലിക്കോ ചാപ്പ് കൊടുത്തിട്ട് പോവാ. അങ്ങോട്ട് കയറിയാലോ വരുന്നേ. അങ്ങോട്ട് കയറിയാലോ. അവിടെ ഈ കണ്ണില്ലാത്ത ഭാഗത്താവുമ്പോ നമ്മൾ ഇതിനെ തല്ലാൻ പാടില്ല. വീഡിയോ എടുക്കട്ടാ. കണ്ണില്ലാത്ത ഭാഗത്ത് നമ്മൾ അധികം ആനകളെ തല്ലാനൊന്നും പാടില്ല. തല്ലി കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല, പേടിയില്ല. ഞാൻ ഇപ്പൊ ഈ ആന ഇതുവരെ വന്നിട്ട് ഇപ്പോൾ ഇടത്തെ ഭാഗത്ത് ഞാൻ ഒരു പരിപാടി ആന ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സൈഡ് നല്ല വിശ്വാസം തന്നെ. ഒരു മടങ്ങ പോലും ചെയ്യില്ല ഞാൻ. എന്നാൽ എനിക്ക് പേടിയില്ല. അപ്പൊ ഇത് സീസണൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കളയാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പഴുപ്പായിരിക്കും. ഇതിങ്ങനെ കീറുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതല്ലാതെ തന്നെ ഇത് നോക്കി നോക്കാം. നമ്മുടെ പാറുവിന് ഇതുപോലെ തന്നെ ആ കണ്ണെന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് കണ്ണെന്ന് പറയുന്നത്. അവിടെ വലിയൊരു മൊഴി ഉണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നത്. അത് ഇത്ര ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏകദേശം ഈ കുറേ ഈ ഒരു പരുവത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മാസത്തോളം നമ്മളത് കഷ്ടപ്പെട്ടിട്ടാണ് ആ സാധനം ആ മുറിവ് ഉണങ്ങിയത്. അപ്പോൾ ഈ മുറിവ് ഉണങ്ങുമ്പോൾ മുറിവ് വന്ന സമയത്ത് പിന്നെ ഈ ഉറക്കുളക്കിൽ കുറയ്ക്കണം. ഉറക്കുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴുപ്പ് കൂടും. അപ്പോൾ സീസണൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒന്നും നോക്കാം അല്ലേ പ്രവിയെ? നോക്കാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ആനയ്ക്ക് പുതിയ പിള്ളേർ ആരൊക്കെയാണ്, ഈ ആനയ്ക്ക് പിള്ളേർ ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ആനയ്ക്ക് നല്ല ആനയ്ക്ക് നമ്മുടെ ടീമിലെ പിള്ളേർ ഇതേ ഒറ്റകളെ ആന മാത്രം മാറിയിട്ടുള്ളൂ, വേറെ ആരും മാറിയിട്ടില്ലേ? എന്തോ പ്രവി അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകില്ല. നമ്മുടെ ടീം പൊട്ടിക്കാറില്ല ഞങ്ങള്. ഇതിപ്പോ ഒരു സെറ്റായിട്ട് ഒരു ടീമായിട്ട് പോയോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഇനി പൊട്ടിച്ച് വേറെ ആൾക്കാരെ പിന്നെ തന്നെയല്ല വീഡിയോസ് ഇടാനൊന്നും ആഗ്രഹമില്ല. അങ്ങനത്തല്ല എല്ലാം ചോദിക്കണ്ടേ എവിടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർമാർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവർക്ക് യൂട്യൂബിൽ ഇരുന്നാൽ മതി. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് 1000 പണികളുണ്ട്. അതിന്റെ ഇടയ്ക്കിടെയാണ് ഞാനിതൊക്കെ ചെയ്യണം. അപ്പൊ ഇനി നമ്മുടെ സമയങ്ങൾ കിട്ടണതിനനുസരിച്ച് ഒഴിവ് പോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ വെച്ച് വീഡിയോ എടുത്ത് ഇടാൻ ശ്രമിക്കാം. ഇതിനെ കൊണ്ട് ഇതിന് സ്കൂളിലോട്ടാലോ അതിൽ ശരിയാവുള്ളൂ. ഇത് ഇവിടെ നിർത്തിയ സ്കൂൾ വണ്ടി ഓടിക്കാനുള്ള പരിപാടിയിട്ടില്ല. കാലുവണ്ടി ഓടിക്കാൻ കാലുവണ്ടി ഓടിക്കാം. ലൈസൻസ് ഉണ്ടോ? കാലുവണ്ടി ഓടിക്കോ? അപ്പൊ ഇനി തൊട്ട് ലോഡ് വണ്ടി ആയിക്കോളൂ. ഞാൻ ചൂലെടുത്തിട്ട് വാ, ഇവിടെ കടിച്ചു വാര്. നീ മുതലാളിയല്ലേ? അടിച്ചു വാരി. ഞങ്ങൾ മുതലാളിമാരെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാ തീറ്റ കൊടുക്ക്, പിണ്ടിട്ട് കൊടുക്കാൻ എനിക്ക് 2 ദിവസം പിണ്ടി ചവിട്ടി ചോപ്പിച്ചു. അതിന് ശേഷം പിണ്ടൂല. അവിടെ പറയാനേ അപ്പൊ
എപ്പട പയ്യാനെ നിന്നെ ഞാൻ എന്തൊക്കെയാ അടിച്ചാണ്ടല്ല ആ അടിച്ച് ഞാൻ നിന്നെ ഈ സൈഡിലാ എനിക്ക് പേടിയില്ല. ഈ സൈഡില് വന്നടക്കിയ കാലം ഇവിടെ സൈഡിൽ ഇല്ലടാ നിൽക്കാൻ പറ്റില്ലേ. നല്ല കൂടെ ഉള്ളവർക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റുണ്ടായിരുന്നില്ല. ഭയങ്കര ടാസ്ക് ആയിരുന്നു. 2 ദിവസം നല്ല ടാസ്ക് ആയിരുന്നു. തൊടാൻ പറ്റൂല. അമ്മത്തേക്ക് ചെല്ലണമെങ്കിൽ കുഞ്ചേട്ടൻ മണ്ണ് വേണ്ടി അങ്ങോട്ട് കയറിക്കാനെ വലത്തെ വലത്തിയാണേ വലത്തെ മിന്നോട് കയറിക്കാനേ വലത്തെ മിന്നോട് കയറിക്കാനേ വലത്തെ മിന്നോട് കയറിക്കാൻ വലത്തിയാണേ മിന്നോട് കയറിക്കാനേ മിന്നോട് കയറില്ലാണേ. ആ ഷീറ്റായി കിട്ടുമ്പോടാപ്പാ അടിച്ചേ കിട്ടുമ്പോടാന്ന് കൊറേ പരാതി ഇതാർന്ന് മറ്റേ ആന എന്തിനാ നിങ്ങൾ കൊടുത്തത് മറ്റേ ആന നിങ്ങൾ കൊടുത്തെന്തിനാ മറ്റേ ആന കൊടുത്തെന്തിനാ ഞാൻ എന്തിട്ട് പറയാനോ നിങ്ങൾക്ക്. അത് ഭയങ്കര സ്നേഹമായിരുന്നില്ലേ. അതിന്റെ അപ്ഡേറ്റ് എന്താണ് നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയാനില്ല. അത് എൻ്റെ അടുത്ത് അതിനെ പോയി അന്വേഷിക്കണം. ഇതിനെപ്പോഴും പോയി അന്വേഷിക്കണം എന്നാലേ അതൊക്കെ പറയുള്ളൂന്നൊക്കെ അങ്ങനെ പറയണ്ടേ. ഞാൻ എങ്ങനെ പോയി ഇതൊക്കെ അന്വേഷിക്കുക? ഈ ചോദിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാണ്. നമ്മൾ ആന വേറെ ഒരാളെ ഏൽപ്പിച്ചു, വേറെ കൈകളിൽ ഏൽപ്പിച്ച പിന്നെ നമുക്ക് എന്താ അവിടെ റോളിരിക്കണേ? ഒരു ശില്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ശില്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ചുമലയാളി ഞാൻ അവിടെ ഒരു വീഡിയോ എടുക്കണുണ്ടോ? ഇന്നകത്തേക്ക് പോവോ അല്ലെങ്കിൽ മിണ്ടാതെ പോവോ? സ്കൂളിലൂടെ ആ അതെ അടുത്തത് വലുത് ഇതേ വരുന്നു. അതല്ലേ ആ ശരിയാ. ഇത് ഗൾഫിലേക്കൊന്നും പോണ ലക്ഷണം കാണാനില്ലേ? ഇവൻ ഈ മാസം പോവും മറ്റേ ഇപ്പൊ തേങ്ങ ഇപ്പറിയും ഇപ്പൊ പൊട്ടും ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നിന്ന ചക്ക ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവന് അപ്പൊ നന്ദപ്പന്റെ അടുത്തേക്ക് ഇനി പോവാനോ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് ഇനി സാധിക്കില്ല. അപ്പൊ ഈ ഇങ്ങനെ വിഷമമുള്ള ചേച്ചിമാരൊക്കെ അതേ പിന്നെ അതിന്റെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ തരാം. ഈ നിങ്ങൾ പോയിട്ട് അത് അന്വേഷിക്കുക. ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പൊ ഞങ്ങൾ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞുതരാം. പിന്നെ ഈ ചേച്ചിമാരെ കൊണ്ടാണെങ്കിൽ തൊയ്യിലില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അവരെപ്പോഴും നിങ്ങൾ സ്നേഹിക്കൂ ഞങ്ങൾ എന്തിട്ട് ഇതിന് മാത്രം സ്നേഹിക്കായിരിക്കും. അവർക്കൊന്നും കൂടി ഒന്നും മനസ്സിലാക്കണ്ട. കമന്റ് ഇടുമ്പോ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അത് പൊട്ടത്തരാണോ നല്ലതാണോ എന്ന് അവനോ ചിന്തിച്ചിട്ട് വേണം ഓരോന്നൊക്കെ പറയാനായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് എന്നെ തനിക്ക് ഭ്രാന്താവുക. ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. കൊച്ചുമലയാളിയെ പണിയെടുക്കാൻ സ്കൂളിൽ വയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂൾ വണ്ടി പോയിപ്പോ അവന്റെ വയ്യായെന്ന് പറയും. വണ്ടി ഇവിടെ അപ്പുറത്ത് പോയതേ എന്റെ കുഞ്ഞാവല്ലേ ഇവനെ ഹരിയുടെ വിളിക്കാൻ എന്താണെന്നറിയോ? അല്ല വടുകപ്പുളി കൂട്ടുകാരാ കള്ള കൂട്ടുക. കണ്ണാ മറ്റേ സാധനം പറഞ്ഞേ എന്നെ പരിപാടിയാതെ കാണിക്കുന്നേ പറഞ്ഞേ. അങ്ങാട് പോയപ്പോ പോയി താറാവിനെ മേടിച്ചേച്ചും വന്ന് തൊലി പൊളിച്ച് പക്കറി വെച്ചുള്ളൂ. പറയണട്ടാ ഇങ്ങനെ ആരാ പറയണേ? അനന്ത് ചേട്ടാ ഇങ്ങനെ പറയണേ? എന്നെ പരിപാടിയാണ് കാണിക്കുന്നത്. ഞങ്ങൾ കൊച്ചുമുതലാളിയാണ്. കൊച്ചുമുതലാളി എന്നോട് സ്കൂളിൽ പോയ പൂരാണ് പണി. അങ്ങനെയല്ല ആക്ഷൻ ചോദിക്കുക. ആക്ഷൻ ഇങ്ങനെ എന്തുട്ടായത്
റഷ്യന്റെ കഴിഞ്ഞിരിക്കണപ്പാ റഷ്യ തുള്ളി തരും. എന്തേലും പറഞ്ഞ ആന മസിൽ പിടിക്കുക, ആന എന്തേലും പറഞ്ഞ ദേഷ്യപ്പെടുക. ഈ പിള്ളേർക്ക് അതിൽ ഇതിലൊന്നും നടക്കണ്ടേ? നടക്കണ്ടേ? ആരാധന്റെ വിചാരോ? ഇവിടെ മര്യാദക്കല്ലേ പറഞ്ഞോളൂ. നീ കാണിക്കോ? നീ കാണിക്കോ? പിള്ളേരുടെ മകിട്ട് കയറാൻ പോവാ? പിള്ളേരുടെ മകിട്ട് കയറാൻ പോവാ? ഇനി പോവാൻ പാടില്ല. അന്ത ഭയം ഇറക്കണം. പുതിയതാ. പോയാ അടിക്ക് ഞാൻ നല്ല കണ്ണു വരും. ഞാൻ തല്ലായിക്കൊന്നും ചേട്ടാ, എനിക്ക് തല്ലാനൊക്കെ അറിയാം കേട്ടാ. എന്നെ കൊണ്ട് തല്ലിക്കരുതട്ടാ. കേട്ടാ? അന്നങ്ങോട്ട് കയറിക്ക്. എന്റെ കുഞ്ഞാവങ്ങൾ കയറിക്ക് മര്യാദക്ക് പറഞ്ഞെന്ത് ഞാൻ ഇങ്ങോട്ട് കയറിക്ക്. അവിടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിക്കാൻ. നേരം വിളിച്ച് എനിക്ക് അപ്പം അവല് കിട്ടണം. അല്ലെങ്കിൽ ഇത്ര ഉണ്ടോ കൊട്ടയിട്ട് മോന്റെ വന്നതൊക്കെ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തേക്ക് തോടി പടി വലക്ക് വെച്ചാൽ അടുത്ത് കൊമ്പത്ത് നോക്കിയോ. വന്നപ്പോ അങ്ങനെ തന്നെയാ. കുന്തകോല് വലക്ക് വെച്ചാൽ അപ്പടുത്ത് കൊമ്പത്ത് നോക്കിയോ. വന്നതൊക്കെ ഇങ്ങനത്തെ പൊട്ടന്മാരുള്ള ഈശ്വരാ. നിന്റെ പോലെ തന്നെയാ. കണ്ണേട്ടാ ഒരു കുറച്ചേരം കഴിയുമ്പളേ ഒരു സമയത്ര ഇപ്പോ 10:45 ചേട്ടാ ഒരു 12 മണിയാകുമ്പോ വരുമോ?